ഹായ് സുന്ദരീസ്, അടുത്തൊരു സാധാരണ ദിവസം കേട്ടോ. അപ്പോൾ എണീറ്റ് ഇമ്മക്കുട്ടിക്കുള്ള ടിഫിനും ഞങ്ങൾക്കുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി ഇമ്മൂനെ ഇനി ബസ് സ്റ്റോപ്പിലേക്ക് കൊണ്ടുവിടണം. നല്ല ഹാപ്പി ആയിട്ടാണ് കേട്ടോ ആളിന്ന് എണീറ്റത്. അതിൻ്റെ ഒരു സന്തോഷം. അത് കഴിഞ്ഞ് ഞാൻ ചെടികളൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കി കാപ്പിയൊക്കെ കുടിച്ച് ഏട്ടനെ നോക്കിയപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ആൾ നോക്കിയപ്പോൾ ആൾ ബെഡിൽ സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഒതുക്കാണ്. കാലിൽ ഇപ്പം അനക്കാൻ പാടില്ലല്ലോ. അപ്പോൾ ഞാൻ ചോദിച്ചത് എന്താണ് ഇതിൻ്റെ ആവശ്യം? അപ്പോൾ ആൾ പറയുന്ന ആൾക്ക് ഇങ്ങനെ ഒതുക്കുമ്പോൾ ഭയങ്കര തെറപ്യൂട്ടിക്കാണ്, എന്ന് വെച്ചാൽ ഭയങ്കര സമാധാനം കിട്ടുത്ര. അപ്പം ഞാൻ ഇങ്ങനെ കുറേ പേരെ കണ്ടിട്ടുണ്ട് കേട്ടോ, അങ്ങനെ ഉതുക്കുമ്പോൾ കുറേ ഇങ്ങനെ ഓർഗനൈസ് ചെയ്ത് വയ്ക്കുമ്പോൾ ഭയങ്കര സമാധാനം. അതായത് ഓർഗനൈസ് ചെയ്ത സാധനങ്ങൾ പിന്നെയും പിന്നെയും ഓർഗനൈസ് ചെയ്യുമ്പോൾ കൂടുതൽ സമാധാനം എന്ന് പറയില്ലേ. എനിക്കൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു സാധനം ഒതുക്കി വെച്ചാൽ അങ്ങനെ വെക്കും. എനിക്ക് സ്ഥലംകോലമായി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് സമയം കിട്ടുമ്പോൾ ആദ്യം ഒതുക്കും. അതല്ലാണ്ട് ഞാൻ അതിലേക്ക് ഇങ്ങനെ കുറേ പണിത് നിൽക്കില്ല. അപ്പോൾ ഞങ്ങൾ തമ്മിലൊരു വലിയൊരു ഡിഫറൻസ് ആണത്. അങ്ങനെ നിങ്ങൾ അങ്ങനത്തെ ഒരാളാണോ എന്നുള്ളത് പറയൂ കേട്ടോ. അങ്ങനെ എപ്പോഴും ഓർഗനൈസ് ചെയ്ത് വെക്കുന്നതാണോ ഇഷ്ടം, അതോ എന്നെ പോലെ ജസ്റ്റ് ഒരു തവണ ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ട് പിന്നെ മോശമാവുകയാണെങ്കിൽ പിന്നെ ആദ്യം ഒതുക്കി വെക്കുകയാണ്, അങ്ങനത്തെ പതിവാണോ ഉള്ളത് എന്നുള്ളത് എന്തായാലും കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യണേ. പിന്നെ എൻ്റെ സ്റ്റുഡിയോ ഒതുക്കുന്ന ദിവസമായിരുന്നു. അപ്പോൾ ഞാനെല്ലാം ഒതുക്കിയൊക്കെ വെച്ചു. ഇനിയിപ്പോൾ 2-3 ദിവസത്തേക്ക് കുഴപ്പമില്ല കേട്ടോ, ഇതിങ്ങനെ പൊക്കോളും. 2 ദിവസം കഴിഞ്ഞാൽ ആദ്യം അലങ്കോലാവും. നമ്മളിങ്ങനെ സ്ഥിരം ഉപയോഗിക്കുന്ന സ്ഥലമല്ലേ, ഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ പിന്നെ ആദ്യം ഒതുക്കും. എന്നിട്ട് നമ്മളിപ്പോൾ വന്നിരിക്കുന്ന ഇമ്മക്കുട്ടിയുടെ പുസ്തകങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ടാണ്. 3ാം ക്ലാസ്സിലേക്കുള്ള പുസ്തകങ്ങളൊക്കെ. എന്താല്ലേ എന്ത് പെട്ടെന്ന് പിള്ളേരൊക്കെ വലുതാവുന്നത്. പുതിയ പെൻസിലും ഷാർപ്പനറൊക്കെ മേടിച്ച് ഞാൻ അപ്പവും ചിക്കൻ കറിയും 2-3 മുട്ടയാണ് കേട്ടോ കഴിച്ചത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫസ്റ്റ് ക്രൈയിൽ വന്നിട്ട് അവിടുന്ന് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണമായിരുന്നു. ടോയും അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ വേറൊരു ബേബിക്ക്. അപ്പോൾ അതൊക്കെ മേടിച്ച് വന്ന് ഇമ്മുൻ്റെ ബുക്കിൽ പേരൊക്കെ എഴുതി വെച്ചു കേട്ടോ. പിന്നെ എനിക്ക് തുന്നാനൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ തുന്നി ഒന്ന് റെഡിയാക്കി നാളത്തെ ഷൂട്ടിലേക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ച് സ്കിൻ കെയറും ചെയ്ത് കിടന്നിറങ്ങി.